കേരളത്തിലെ മുഖ്യമന്ത്രി പ്രഖ്യാപനം ഇന്നുണ്ടാകുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖർഗെയും അവസാനവട്ട ചർച്ച അല്പസമയത്തിനകം നടക്കും. ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുൻപ് ഘടകകക്ഷി നേതാക്കളെ രാഹുൽ ഗാന്ധി ഫോണിൽ വിളിക്കാനും സാധ്യതയുണ്ട്. വിവരങ്ങളാണ് ജിഷ്ണു നൽകിയത്. ഇന്ന് തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് നേതാക്കളും അണികളും. ഏത് നിമിഷവും പ്രതീക്ഷിക്കാവുന്ന മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുകയാണ്. തലസ്ഥാനത്ത് ഇന്ദിരാഭവൻ KPCC ആസ്ഥാനത്ത് പ്രവർത്തകർ ഓരോരുത്തരായി എത്തിക്കൊണ്ടിരിക്കുന്നു. KPCC ഓഫീസിന് മുൻപിൽ നിന്നും അൺഫിൽറ്റ് ഡിസൂസ ചേരുന്നുണ്ട്. അൺഫിൽറ്റ്, നമ്മൾ കാണുന്നതാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായി KPCC ഓഫീസിന് മുൻപിൽ തടിച്ചുകൂടിയിട്ടുള്ള ഒരു പ്രവർത്തകരെ. അതിങ്ങനെ നീണ്ടു പോകുന്നു. ഇന്നും ആ കാഴ്ച തന്നെ കാണുന്നു. ആരിലേക്കായിരിക്കും, ഏത് പേരിലേക്കായിരിക്കും ഹൈക്കമാൻഡ് എത്തുന്നത് എന്നുള്ളതാണ്. കേസിക്കാണ് സാധ്യത എന്ന് പറയുമ്പോഴും ചെന്നിത്തലയും VDയും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ആ ക്യാമ്പ് പൂർണ്ണ വിശ്വാസത്തിലാണ്. പ്രവർത്തകർ എന്താണ് പറയുന്നത്? അശ്വതി, അത് തന്നെയാണ്. വലിയ ആവേശത്തിലും പ്രതീക്ഷയിലും ഒക്കെ കാത്തിരിക്കുകയാണ്. ഇപ്പോൾ അണികളെ സംബന്ധിച്ച് ഞാനിപ്പോൾ KPCC ആസ്ഥാനം നിൽക്കുന്നു. അവിടെ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുമ്പോൾ ഏറെക്കുറെ ഇന്ന് പ്രഖ്യാപനം ഉണ്ടാകുമെന്ന്, ഈ ഒരു 10 ദിവസം പിന്നിടുമ്പോൾ ഇന്ന് എന്തായാലും പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ, ആ ഒരു ഉറച്ച വിശ്വാസത്തിലാണ് അണികളൊക്കെ തന്നെ. അതാണ് അവർ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണുന്നതിനപ്പുറത്തേക്ക് ഇന്നത്തെ ദിവസം ഈ ഒരു വൈകിട്ടോടെ, അതായത് 5:30 ഖാർഗെ രാഹുൽ ഗാന്ധി തമ്മിലൊരു കൂടിക്കാഴ്ച, ആ കൂടിക്കാഴ്ച കഴിയുമ്പോൾ അതിന് തൊട്ട് പിന്നാലെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇവിടെ എല്ലാവരും കാത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തലസ്ഥാനത്ത് ഇന്ദിരാഭവനിലൊക്കെ തന്നെ അണികൾ ഓരോരുത്തരായി എത്തിക്കൊണ്ടേയിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. പ്രവർത്തകരൊക്കെ എത്തുന്നു. കാരണം ഈ പ്രഖ്യാപനം ഏത് നിമിഷവും ഉണ്ടാകും. പ്രഖ്യാപനം ഒന്നാലുടൻ തന്നെയുള്ള ഒരു ആഘോഷ പ്രകടനം ഒക്കെ തന്നെയാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. അതേസമയം ആര് എന്നൊരു ചോദ്യം, പ്രഖ്യാപനമാണ് ഏറ്റവും പ്രധാനം. ഇന്ന് തന്നെ പ്രഖ്യാപനം ഉണ്ടാകുന്ന ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. 6:00 കേരള നേതാക്കൾ, അതായത് കേരളത്തിന് ചുമതലയുടെ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, ഒപ്പം തന്നെ ഇവിടെ നിന്ന് കേരളത്തിലെ ഡൽഹിയിലേക്ക് പോയ VM സുധീരനും ഒപ്പം തന്നെ MM ഹസൻ, ഈ രണ്ട് നേതാക്കൾ, K മുരളീധരൻ ഇന്ന് രാവിലെ പുലർച്ചയോടുകൂടി മടങ്ങി വന്നു. എന്നാൽ മറ്റു രണ്ട് നേതാക്കളും ദീപാദാസ് മുൻഷിയുടെ ഒപ്പം തന്നെ ഫ്ലൈറ്റിൽ വരുന്നുണ്ട്. 6:30 ഫ്ലൈറ്റ്. അത് കഴിഞ്ഞാലുടൻ തന്നെ ഒരു പ്രഖ്യാപനം, അല്ലെങ്കിൽ അതോടുകൂടി എങ്ങനെയാണ് പ്രഖ്യാപനം എന്നതിൽ ഒരു വ്യക്തത ഇപ്പോഴും വരുന്നില്ല. ഇവിടെ പ്രഖ്യാപിക്കുമോ അതോ വാർത്താക്കുറിപ്പ് ഇറക്കുമോ? എന്തായാലും ഇന്ന് അത് ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പിച്ചിരിക്കുകയാണ്. അതേസമയം ആര് എന്നൊരു ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ 3 ക്യാമ്പുകളും, അത് VD സതീശന്റെ ക്യാമ്പായാലും രമേശ് ചെന്നിത്തലയായാലും KC വേണുഗോപാലിന്റെ ക്യാമ്പായാലും 3 പേരും തികഞ്ഞ ആത്മവിശ്വാസത്തിലും പ്രതീക്ഷയോടും കൂടി തന്നെ കാത്തിരിക്കുകയാണ്. KC എന്ന രീതിയിലേക്കാണ് സംസാരം, അല്ലെങ്കിൽ ആ രീതിയിലാണ് പ്രചാരണമൊക്കെ അങ്ങനെ പോകുന്നെങ്കിലും അതിനൊരു ഉറപ്പോ വ്യക്തത ഇപ്പോഴുമില്ല. ഏത് രീതിയിൽ വന്നാൽ പോലും അത് തയ്യാറെടുത്ത് നിൽക്കുകയാണ് 3 ക്യാമ്പുകളും. എല്ലായിടത്തും തന്നെ ഈ പറഞ്ഞതുപോലുള്ള ആൾക്കൂട്ടങ്ങളുണ്ട്. ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ വീട്ടിൽ ആണെങ്കിൽ പോലും അവിടെ രാവിലെ മുതൽ തന്നെ അണികളും പ്രവർത്തകരും ഒക്കെ അവിടെയും അദ്ദേഹത്തെ കാണാനായും കേൾക്കാനായും ഒക്കെ അവിടെയും ഉണ്ട്. ഇപ്പോൾ KPCC ആസ്ഥാനത്ത് ഞാൻ നിൽക്കുമ്പോൾ അവിടെ വലിയ രീതിയിലുള്ള ആൾക്കാർ, ഇപ്പോൾ അതിൻ്റെ പുറത്ത് തന്നെയും പ്രകടനവും മുദ്രാവാക്യം വിളിച്ച് കുറേ പ്രവർത്തകർ ഈ KPCCയുടെ ആ അതായത് റോഡിൻ്റെ ആ ഭാഗത്തുകൂടി തന്നെ പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച് നടന്നു പോകുന്ന ദൃശ്യങ്ങളും ഒക്കെ കാണാം. കാരണം ഇനിയിപ്പോൾ ആ പ്രഖ്യാപനത്തിന് വളരെ കുറച്ചൊരു സമയത്ത് ഒരു കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ. ആ രീതിയിലാണ് ഇവിടെ മുഴുവനും തന്നെ. പക്ഷേ ഇതിനകത്ത് മറ്റൊരു വിഷയം, ഈ ഏതെങ്കിലും രീതിയിൽ ഒരു പ്രഖ്യാപനം വരുമ്പോൾ ഒഴിവാക്കപ്പെടുന്ന ആ 2 പേരെ അണിനയിപ്പിക്കുക എന്ന് പറയുന്നത് ഹൈക്കമാൻഡിനെ സംബന്ധിച്ചത് ശ്രമകരമായ ഒരു ദൗത്യം തന്നെയാണ്. ആ ദൗത്യം ഏറ്റെടുക്കും. ഇന്നിപ്പോൾ ഉച്ചവരെയും KPCC ആസ്ഥാനത്ത് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോൾ പുറത്തു പോയിരിക്കുകയാണ്. കുറേ കഴിയുമ്പോൾ ഒരുപക്ഷെ പ്രഖ്യാപനമൊക്കെ കഴിയുമ്പോൾ, അല്ലെങ്കിൽ പ്രഖ്യാപന സമയത്തോ സണ്ണി ജോസഫ് KPCC ആസ്ഥാനത്തേക്ക് വരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ മുതിർന്ന നേതാക്കളായ ഒരു പ്രഖ്യാപനം, മുഖ്യമന്ത്രി ആര് എന്ന് പ്രഖ്യാപിച്ച് കഴിയുമ്പോൾ, ഇപ്പോൾ നിലവിലെ രമേശ് ചെന്നിത്തല ഇവിടെ തലസ്ഥാനത്ത് തന്നെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ വസതിയിലാണ്. രമേശ് ചെന്നിത്തല ആണെങ്കിൽ അദ്ദേഹത്തെ ഇവിടെ, അത് ഏത് നേതാവായാലും മുതിർന്ന നേതാക്കളൊക്കെ തന്നെ, MM ഹസൻ, AK ആന്റണി ഒക്കെ ഉള്ള നേതാക്കളൊക്കെ തന്നെയും ആ പ്രഖ്യാപനമൊക്കെ വന്നു കഴിഞ്ഞാൽ അവരൊക്കെ ആസ്ഥാനത്ത് KPCC ആസ്ഥാനത്ത് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അഭിവാദ്യം അർപ്പിക്കാനും ഒക്കെ തന്നെ ഈ ആഘോഷ പ്രകടനങ്ങളും ഒക്കെ തയ്യാറെടുത്ത് ഇവിടെ എല്ലാവരും അണികളും പ്രവർത്തകരൊക്കെ നിൽക്കുന്നുണ്ട്. മറുവശത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതിൽ ഒരു പേരിലേക്ക് ഒതുങ്ങുമ്പോൾ മറ്റു രണ്ട് വിഭാഗക്കാർ ഏതെങ്കിലും രീതിയിലൊരു പ്രകോപനമോ അല്ലെങ്കിൽ മറ്റൊരു പ്രതിഷേധത്തിലേക്കോ പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഈ KPCC ആസ്ഥാനത്തൊക്കെ തന്നെ പോലീസ് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. കാരണം KPCC ആസ്ഥാനത്ത് കേന്ദ്രീകരിച്ചുള്ള ഏതെങ്കിലും രീതിയിലുള്ള പ്രതിഷേധമോ പ്രകടനമോ ഉണ്ടാവുകയാണ്. അത് അണികൾക്കിടയിൽ തന്നെ, അതായത് എതിർചേരിയിലുള്ളവരുടെ ഭാഗത്തു നിന്നും ഉറപ്പായും അത്തരത്തിലുള്ള, കാരണം ഈ ഫ്ലക്സുകളൊക്കെ ഉയർന്നതും അത് എടുത്തു മാറ്റപ്പെട്ടതൊക്കെ അതുമായിട്ടുള്ള അതിൻ്റെ സാഹചര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ്. കാരണം ഈ ഹൈക്കമാൻഡ് വിലക്ക് മറികടന്നും ഇപ്പോഴും പലയിടത്തൊക്കെ ചില രീതിയിലൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ഫ്ലക്സുകളും പ്രകടനങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് ഇനിയിപ്പോൾ ആ ഒരു ഔദ്യോഗികമായ പ്രഖ്യാപനം വരുന്ന സമയത്ത് എതിർചേരാതെ ഒഴിവാക്കപ്പെടുന്നവരുടെ ഭാഗത്ത് നിന്ന്, ആ ക്യാമ്പിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന പ്രതിഷേധങ്ങൾ ഏത് രീതിയിലാകും. ഒരുപക്ഷെ അതൊക്കെ അതിരുവിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ അതിനെ നേരിടാൻ വേണ്ടി സജ്ജമായി തന്നെ ഇവിടെ സുരക്ഷാ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്.
മറ്റൊന്ന് ഇവർ ദീപാദാസ് മുൻഷി വരുന്നുണ്ട്. ഒരു അനുനയ ശ്രമം, അതായത് മറ്റു ചേരിയിലുള്ളവർ നേതാക്കന്മാർ സംസാരിച്ച് ഇതിനോടകം തന്നെ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു പേരിലേക്ക് വരുമ്പോൾ അത് മറ്റു രണ്ടു പേരും കൃത്യമായി ഹൈക്കമാൻഡ് നിർദ്ദേശം അനുസരിച്ച് പാലിച്ച് മുന്നോട്ട് പോകണമെന്നുള്ള നിർദ്ദേശമൊക്കെ ഡൽഹിയിൽ നിന്ന് തന്നെ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. അതനുസരിച്ച് 3 പേർക്കും അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. 3 പേരിൽ ആരാണ് എന്നത് പ്രഖ്യാപനം വരുമ്പോൾ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. എന്നാൽ നേതാക്കന്മാർക്കൊക്കെ തന്നെയും കൃത്യമായൊരു ധാരണ, കാരണം ആരും തന്നെ പ്രതീക്ഷ കൈവിടുന്നില്ല. എല്ലാവരും ഒരു അവസാനത്തെ ആ നിമിഷവും വരെ കാത്തിരിക്കുകയാണ്, ആരിലേക്കാകും ഈ പേര് വരിക എന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. പക്ഷേ അപ്പോഴും ഈ പ്രഖ്യാപനത്തിന് പിന്നാലെ ഉണ്ടാകുന്ന അതിൻ്റെ പ്രതിഫലനം ഏത് രീതിയിലായിരിക്കും എന്നത് തന്നെയാണ് ഒരു ചോദ്യമായി വരുന്നത്. ആ പ്രതിഫലനങ്ങൾ വലിയ രീതിയിൽ ഒരു പ്രകമ്പനമായി മാറാതിരിക്കാനുള്ള തയ്യാറെടുപ്പുകളാണ് നടത്തുന്നത്. അത് പ്രവർത്തകരെ, അത് താഴെത്തട്ടിലുള്ള ആളുകളെ, ഈ സാമൂഹ്യ മാധ്യമങ്ങൾ ഉണ്ടാകുന്ന പ്രകമ്പനങ്ങളും അതിനപ്പുറത്തേക്ക് അത് നേരിട്ട് വരുന്നുള്ള ഒരു ആക്രമണ സ്വഭാവത്തിലേക്കൊക്കെ മാറുകയാണെങ്കിൽ അത് അതിര് വിട്ടുപോയാൽ എങ്ങനെ അതിനെ പരിഹരിക്കാം, അത്തരം വിഷയങ്ങൾ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതും അത്തരത്തിലുള്ള പ്രകടനങ്ങളിലേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളും കൃത്യമായി തന്നെ KPCC നേതൃത്വം ചെയ്യുന്നുണ്ട്. പക്ഷേ അത് എത്ര കണ്ട് ഫലവത്താകുമെന്നോ ഒന്നും തന്നെ ഇപ്പോൾ പറയാൻ കഴിയുകയില്ല. അതേസമയം ഇവിടെ എല്ലാവരും പ്രവർത്തകരൊക്കെ തന്നെയും വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട്. കാരണം ഈ അല്പസമയത്തിനുള്ള 5:30 തന്നെ ഈ രീതിയിൽ 5:30 തന്നെ അവിടെ കൂടിക്കാഴ്ച നടത്തുമ്പോൾ ഒരു ധാരണയിലേക്ക് എത്താൻ കഴിയുമെന്ന് തന്നെയാണ് ഇവരൊക്കെ തന്നെയും പ്രതീക്ഷിക്കുന്നത്. ഇനി ഏറ്റവും മുതിർന്ന അണികളൊക്കെ എല്ലാവരും എത്തുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഒരു അവസാനം കൂടിക്കാഴ്ചയൊക്കെ പറയുന്നത്? അപ്പോൾ അത് കഴിഞ്ഞൊരു ഇന്ന് തന്നെ ഒരു പ്രഖ്യാപനം ഉണ്ടാകും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എങ്ങനെയാണ് അതിൻ്റെ ഒരു തയ്യാറെടുപ്പ്? ഹൈക്കമാൻഡ് തീരുമാനിച്ച ഏതൊരു മുഖ്യമന്ത്രിയും നമ്മൾ ഇഷ്ടപ്പെടും. ആരായിരുന്നാലും ഈ 3 പേരിൽ ആരായാലും പ്രശ്നമില്ല. ഒരു മുഖ്യമന്ത്രി ഹൈക്കമാൻഡ് ഇന്ന് പ്രഖ്യാപിക്കും. കാത്തിരിക്കുകയാണ്. ആരായാലും കുഴപ്പമില്ല, അത് ആവേശത്തിൽ കുഴപ്പമില്ല. അത് തന്നെയാണ് അശ്വതി. ആരായാലും കുഴപ്പമില്ല, ആ പ്രഖ്യാപനം അതാണിപ്പോൾ അണികളും പ്രവർത്തകരും ഒക്കെ അവർക്ക് അറിയേണ്ടത്. അത് തന്നെയാണ്, ആരിലേക്ക് വന്നാലും അത് സന്തോഷപൂർവ്വം ഒരു പ്രതിഷേധമോ പ്രകടനമോ ഒന്നുമില്ലാതെ തന്നെ സ്വീകരിക്കുക. എങ്ങനെയാണ് പ്രഖ്യാപനത്തിൽ ആകാംക്ഷയോടെ തന്നെ നിൽക്കുന്നത്? പക്ഷേ എങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കേരളത്തിലൊരു മുഖ്യമന്ത്രി, ഇന്ന് ബഹുമാനപ്പെട്ട AICC നേതൃത്വം ഇന്നോ നാളെയോ പ്രഖ്യാപിക്കും. ആ പ്രഖ്യാപനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ആരായാലും, അതായത് RC ആണോ VD ആണോ KC അങ്ങനെ ഒരു പ്രശ്നമില്ല, ആരായിരുന്നാലും സ്വീകരിക്കാൻ തയ്യാറാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച്, കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ച്, വോട്ട് ചെയ്ത ജനങ്ങളെ സംബന്ധിച്ച്, മാധ്യമങ്ങൾ പറയുന്നതല്ല, വോട്ട് ചെയ്ത ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനൊരു മുഖ്യമന്ത്രി ഉണ്ടാകും. അത് ആരായാലും, നിങ്ങൾ പറയുന്ന 3 പേരാണെങ്കിലും ഇനി ഒരാളായാലും ആരായാലും കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ച് ഒരു ബുദ്ധിമുട്ടുമില്ല, ആരായാലും സ്വീകരിക്കും. പൊതുവെ ഏതെങ്കിലും രീതിയിൽ ഒരാൾ മുഖ്യമന്ത്രിയാകുമ്പോൾ മറ്റ് തഴയപ്പെടുന്ന അല്ലെങ്കിൽ ഒഴിവാക്കപ്പെടുന്ന ഈ ചേരിയിൽ നിന്നുണ്ടാകുന്ന പ്രകടനങ്ങളോ പ്രതിഷേധങ്ങളോ സ്വാഭാവികമായി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ സോഷ്യൽ മീഡിയയ്ക്ക് അപ്പുറത്തേക്ക് അങ്ങനെ ഒരു അതിരുവിട്ട ഒരു പ്രകടനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഉറപ്പായിട്ടും ഉണ്ടാവത്തില്ല. എന്തായാലും കോൺഗ്രസ് കഴിഞ്ഞ 10 വർഷം പ്രതിപക്ഷത്തിരുന്ന ഒരു പാർട്ടിയാണ്. ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിനൊരു മുഖ്യമന്ത്രി ഉണ്ടാവണമെന്നുള്ള, കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു മുഖ്യമന്ത്രി ഉണ്ടാവണമെന്നുള്ള എല്ലാ പ്രവർത്തകരുടെ ആവശ്യമാണ്. ആ ആവശ്യത്തിനനുസരിച്ച് ജനങ്ങൾ വോട്ട് ചെയ്തു 102 സീറ്റോടെ കോൺഗ്രസിനെ അധികാരത്തിലെത്തിച്ചു. ആ അധികാരത്തിലെത്തിച്ച് കോൺഗ്രസിൻ്റെ ഒരു മുഖ്യമന്ത്രി, നിങ്ങൾ മാധ്യമങ്ങൾ വളരെ കൊട്ടിഘോഷിച്ച് പറയുമ്പോഴും മുഖ്യമന്ത്രി ഇന്ന് 9 ദിവസമായിട്ടും ആയില്ലെന്ന് പറയുമ്പോഴും പല സംസ്ഥാനത്തിലും 50 ദിവസം കഴിഞ്ഞിട്ട് വരെ മുഖ്യമന്ത്രി ആവാത്ത സാഹചര്യമുണ്ട്. അതൊന്നും നിങ്ങൾ മാധ്യമങ്ങൾ ജനങ്ങളുടെ മുമ്പിലേക്ക് കാണിക്കുന്നില്ല. എന്തായാലും ബഹുമാനപ്പെട്ട AICC നേതൃത്വം എല്ലാ ഘടകങ്ങളും പാർട്ടിയുടെ ഈ കേരള സംസ്ഥാനത്തിന് അനുയോജ്യനായ ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുമ്പോൾ അതിലുള്ള എല്ലാ ഘടകങ്ങളും സംയോജിച്ചുകൊണ്ട് തിരഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു കാലതാമസമാണ് വന്നത്. എന്തായാലും കോൺഗ്രസിൻ്റെ ഒരു മുഖ്യമന്ത്രി ഉണ്ടാവും, ഉറപ്പായിട്ടും പ്രഖ്യാപിക്കും. അതാണ് അശ്വതി, എല്ലാവരും വലിയ രീതിയിലാണ് പ്രതിഷേധങ്ങളോ പ്രകടനങ്ങളോ ഇനി ഉണ്ടാകത്തില്ല. കാരണം ഹൈക്കമാൻഡ് ആരെ പ്രഖ്യാപിച്ചാലും അത് ഇരു കൈയും നീട്ടി പൂർണ്ണ മനസ്സോടുകൂടി സ്വീകരിക്കാൻ തയ്യാറാണ് അണികളൊക്കെ തന്നെ. ഓക്കെ, അങ്ങനെ തന്നെയാണ്. ഹൈക്കമാൻഡ് എന്താണോ തീരുമാനിക്കുന്നത് അത് പൂർണ്ണ മനസ്സോടുകൂടി ഞങ്ങൾ പ്രതിഷേധത്തിന് ഒന്നും ഉണ്ടാവില്ല. ഹൈക്കമാൻഡിന്റെ തീരുമാനം അന്തിമമായിരിക്കും. വലിയ ആകാംക്ഷയുടെ നിമിഷങ്ങളൊക്കെ അതൊക്കെ കഴിഞ്ഞു. ഒന്നുമില്ല. ഹൈക്കമാൻഡ് തീരുമാനിക്കും. അതിനോടൊപ്പം ഇന്ന് തന്നെ പ്രഖ്യാപനം ഉണ്ടാകുന്നു. ഈ സമയം ഇന്ന് പ്രഖ്യാപനം ഉണ്ടാകും. അത് അംഗീകരിക്കും. കോൺഗ്രസ് പ്രവർത്തകർ ഇരുകയും കെട്ടി സ്വീകരിക്കുകയാണ് നേതാവിനെ. ആരായിരുന്നാലും ഒരു പ്രശ്നമില്ല. ആരായാലും ഹൈക്കമാൻഡ് പറയുന്നത് അത് അംഗീകരിക്കുന്നതാണ് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ്റെ കർത്തവ്യം. ആ കർത്തവ്യത്തിൽ കോൺഗ്രസ് ഓരോ പ്രവർത്തകനും മുന്നോട്ട് പോകും. മറ്റ് എതിർചേരിയിലോ പ്രതിഷേധമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്? അതൊന്നും ഉണ്ടാവില്ല. സാധാരണഗതിയിൽ ആവേശക്കാരുണ്ടാവും. ആ ആവേശം കഴിഞ്ഞാൽ പിന്നീട് കോൺഗ്രസ് അതാണ് നിമിഷത്തേക്ക് ഒരു പ്രകടനം കാണാം. അത് അത്രേ ഉണ്ടാകത്തുള്ളൂ, അതിന്റെ ആയുസ് അത്രേ കാണത്തുള്ളൂ. ഉണ്ടാവില്ല. അതാണ് കോൺഗ്രസ് അങ്ങനെയാണ്. അത്തരം ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. ആർക്കും എന്തും പറയാം, പിന്നീട് കോൺഗ്രസിലേക്ക് തിരിച്ചു വരികയും ചെയ്യാം. അതാണല്ലോ കോൺഗ്രസ് എന്ന് പറയുന്നത്.
പക്ഷേ ഈ അണികളൊക്കെ വലിയ ആവേശത്തിലാണ്, പ്രവർത്തകരൊക്കെ തന്നെ. കാരണം ഏത് നിമിഷം വേണമെങ്കിലും ആ ഒരു പ്രഖ്യാപനം, അതിപ്പോൾ ഏത് ചേരിയിൽ അങ്ങനെ VD സതീശനായാലോ രമേശ് ചെന്നിത്തലയായാലോ KC വേണുഗോപാൽ ആരായിരുന്നാലും പ്രശ്നമില്ല, തങ്ങൾക്കതൊരു പ്രശ്നമില്ല. ഹൈക്കമാൻഡ് എന്താണോ തീരുമാനിക്കുന്നത് അതിൽ ആരെ മുഖ്യമന്ത്രി ആയാലും ഇരു കൈ നീട്ടി സ്വീകരിക്കാൻ തയ്യാറായി തന്നെയാണ് ഈ അണികളൊക്കെ തന്നെ. ആ ഒരു പ്രഖ്യാപനത്തിനായി, ആ നിമിഷത്തിനായാണ് അവർ ഇവിടെ കാത്തു നിൽക്കുന്നു. ആ ഒരു ആഘോഷത്തിനും ആ ഒരു ആവേശത്തിലും തന്നെയാണ് മുഖ്യമന്ത്രി, കേരളത്തിലെ മുഖ്യമന്ത്രി ആര് എന്നത് തീരുമാനിക്കുന്നതിനുള്ള നിമിഷം അതിൻ്റെ ഒരു ആകാംക്ഷയിലൂടെ കടന്നു പോകുന്നു. എന്തായാലും ഈ പ്രഖ്യാപനം വന്നാൽ ഉടനെ വലിയ രീതിയിലുള്ള പ്രകടനം, ആവേശമൊക്കെ നമുക്കിവിടെ, ആഘോഷങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നത്. നേതാക്കൾ, മുതിർന്ന നേതാക്കൾ, സംസ്ഥാന നേതാക്കളൊക്കെ ഇവിടെ എത്തുന്ന ഒരു സമയത്ത് അവരൊക്കെ തന്നെ ആവേശത്തോടുകൂടി സ്വീകരിക്കാൻ തന്നെയാണ് അണികളൊക്കെയും. ആ വാർത്ത കേൾക്കാനായി തന്നെ ഇവിടെ ഓരോ അണികളായി ഓരോരുത്തരായി ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്ദിരാഭവനിൽ നിന്ന് ഇപ്പോൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. അശ്വതി, അതുതന്നെയാണ് അൺഫിൽറ്റർ. എന്തായാലും മുഖ്യമന്ത്രിയെ കാത്തിരിക്കുകയാണ്. കേരളം പ്രഖ്യാപനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് നേതാക്കളും അണികളും. ഏത് നിമിഷവും പ്രതീക്ഷിക്കാവുന്ന മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുന്നു. തലസ്ഥാനത്ത് ഇന്ദിരാഭവനും ആവേശത്തിലാണ് പ്രവർത്തകരൊക്കെ തന്നെയും. വിവരങ്ങളാണ് KPCC ഓഫീസിന് മുൻപിൽ നിന്നും അൺഫിൽറ്റർ നൽകിയത്.